ഇന്ത്യൻ ക്യാമ്പിൽ പൊട്ടിത്തെറി. സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും തമ്മിൽ തർക്കങ്ങൾ. മീറ്റിംഗുകൾ അർദ്ധരാത്രിയോളം വരെ നീണ്ടുനിന്നു. അവസാനം പിടിച്ചുമാറ്റാൻ അസിസ്റ്റന്റ് കോച്ചായ റയൻ ടെൻഡസ്കാർട്ട് തന്നെ വേണ്ടിവന്നു. ഇന്ത്യൻ ക്യാമ്പിനുള്ളിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത സംഭവങ്ങളാണ്. ഒരു മത്സരം 76 റൺസിന് പരാജയപ്പെട്ടാൽ ഇന്ത്യൻ ക്യാമ്പിനുള്ളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു കാര്യം പറയാം. സൂപ്പർ 8-ലാണ് പരാജയപ്പെട്ടത്. പരാജയത്തിൽ എത്തി നിൽക്കുന്ന ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സെമി ഫൈനലിലേക്ക് പോലും പ്രവേശിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യയുടെ നിലവിലത്തെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അത് ഇന്ത്യക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും കോച്ചായ ഗൗതം ഗംഭീറും തമ്മിലുള്ള തർക്കം വളരെയധികം രൂക്ഷമായി മാറുന്നത്. എന്താണ് തർക്കത്തിന് കാരണം? നമുക്ക് പരിശോധിക്കാം. ഗംഭീർ ആണയിട്ട് പറയുന്നു, ടീമിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണം, കാര്യമായ മാറ്റങ്ങൾ വേണം, എന്നാൽ അക്സർ പട്ടേലിനെ മാറ്റിവെക്കാൻ കഴിയില്ല. സൂര്യകുമാർ യാദവ് ആവട്ടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. നെതർലാൻഡ്സിനെതിരായ മത്സരത്തിൽ കൃത്യമായ നിലപാടെടുത്തു, അക്സർ പട്ടേലിനെ മാറ്റി നിർത്തി. അന്ന് ആ മത്സരം 17 റൺസിന് ഇന്ത്യ ജയിച്ചു. അതുകൊണ്ട് തന്നെ ആ ടീമുമായി മുന്നോട്ട് പോകാമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ചിന്തിക്കുന്നു. അങ്ങനെ ടീമിനുള്ളിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നു. അവസാനം എല്ലാവരും കൂടെ ചേർന്ന് ആ ഹാർഡ് കോൾ എടുക്കുന്നു. വാഷിംഗ്ടൺ സുന്ദറിനെ അകത്തെടുക്കാം, പകരം അക്സർ പട്ടേലിനെ നമുക്ക് പുറത്തിരുത്താം. അങ്ങനെ ടീം ഇറങ്ങി. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച് തോറ്റതിനല്ല നമുക്ക് പ്രശ്നം, തോറ്റ രീതിയാണ് പ്രശ്നം. തോറ്റ രീതി ഏറ്റവും മോശം ടീമിനെ കളത്തിലിറക്കി 76 റൺസിന് പരാജയപ്പെട്ടതോടുകൂടി സൂര്യകുമാർ യാദവിൻ്റെ ചിരിച്ച മുഖവും വളിച്ച ചിരിയുമൊക്കെ മാറി മറിഞ്ഞു പോയി. അതിനുശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സൂര്യകുമാർ യാദവിനെ കണ്ടു. അതിന് പിന്നാലെയാണ് തർക്കങ്ങൾ വളരെയധികം രൂക്ഷമായി മാറി തുടങ്ങിയത്. ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ കുൽദീപ് യാദവും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള തർക്കം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ കടന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഇന്ത്യൻ ടീമിലൊരു ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ള സൂചനകൾ വന്നെങ്കിൽ പോലും അതൊക്കെ കളിക്കളത്തിനുള്ളിലെ ചെറിയ ചെറിയ തർക്കങ്ങൾ മാത്രമാക്കി മാറ്റിയെടുത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടൊരു മത്സരത്തിനുള്ളിൽ അടികൾ നടക്കും, ചിലപ്പോൾ ചില ക്ലാഷുകൾ നടക്കും, ചിലപ്പോൾ മിസ്ഫീൽഡിങ്ങൾ ഉണ്ടാവും, അതിലുള്ള പ്രഷറിൽ ബൗളർ തിരിച്ച് ശകാരിച്ചെന്നൊക്കെ വരും. അതൊക്കെ ഒരു ഇന്ത്യൻ ടീമിൻ്റെ പ്രശ്നങ്ങളായിട്ടൊന്നും മാറ്റാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ വിപരീതമാണ്. ഗംഭീറും സൂര്യകുമാർ യാദവും തമ്മിലുള്ള മീറ്റിംഗ് അർദ്ധരാത്രിയോളം നീണ്ടുനിന്നു. മത്സരത്തിന് ശേഷമുള്ള മീറ്റിംഗ് കുറേ മണിക്കൂറുകളോളം നീണ്ടുനിന്നു, സാധാരണയെക്കാളൊക്കെ തന്നെ നീണ്ടുനിന്നു. അങ്ങനെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് അസിസ്റ്റന്റ് കോച്ചായ റയൻ ടെൻഡസ്കാർട്ട്, ഹു വാസ് എൻ എക്സ് നെതർലാൻഡ്സ് പ്ലെയർ, ഗംഭീരമായ പ്ലെയർ ആയിരുന്നു, അദ്ദേഹം പോലും പറഞ്ഞിരുന്നത് ഒരു ഹാർഡ് കോൾ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അക്സർ പട്ടേലിനെ ഒരു കളിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ടാക്ടിക്കൽ ഡിസിഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ 2 കളിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈസ് ക്യാപ്റ്റനെ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല, അല്ലാണ്ട് ഞങ്ങൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ചിറകിലങ്ങ് ജയിച്ച് കയറുമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഓവർ കോൺഫിഡൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ത്യക്ക് വിനയായി മാറിയത് എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. അവിടെ വരുമ്പോഴാണ് ടീമിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാൻ പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതായത് ടോപ്പ് ഓർഡറിലെ 3 ഇടംകയ്യന്മാരിൽ ഒരാൾ ബെഞ്ചിലിരിക്കാൻ പോവുകയാണ്. അതാരാണ് എന്നത് അറിയാൻ ഇനി 24 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇഷൻ കിഷൻ, തിലക് വർമ്മ, അഭിഷേക് ശർമ്മ, ഇതിലൊരാളായിരിക്കും മാറിയിരിക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് 3-2 ചുരുക്കാം. ഇഷൻ കിഷനെ എന്ത് വന്നാലും മാറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആരും ഇഷൻ കിഷനെ ടീമിൽ നിന്നും ഒഴിവാക്കണം എന്ന് ഞാൻ വാദിക്കുന്നില്ല പേഴ്സണലി. കാരണം ഒരു മത്സരത്തിൽ ഡക്ക് ആയെന്ന് വെച്ച് അദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫോം, കളികൾ ഒന്നും തന്നെ പെട്ടെന്ന് തള്ളിക്കളയാൻ ഞാൻ തയ്യാറാകുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇഷൻ കിഷൻ അടുത്ത മത്സരത്തിൽ സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ കളിക്കണമെന്ന് വ്യക്തിപരമായ ആഗ്രഹം മുന്നോട്ട് വെക്കട്ടെ. എന്നാൽ മാറാൻ പോകുന്ന 2 ഇടംകയ്യന്മാരിൽ 2 പേർ എന്ന് പറയുന്നത് ഒന്ന് തിലക് വർമ്മ, മറ്റൊന്ന് അഭിഷേക് ശർമ്മ. ഇവരിൽ ഒരാൾ അടുത്ത മത്സരത്തിൽ മാറും. പകരം സഞ്ജു വിശ്വനാഥൻ സാംസണ് അവസരം കിട്ടുമെന്നുള്ളതാണ് ഇന്ത്യൻ ടീമിൽ നിന്നുള്ള ഇൻസൈഡ് റിപ്പോർട്ടുകളായി നമുക്ക് ലഭിക്കുന്നത്. അതെ, കുറച്ചൊക്കെ പ്രത്യാശിക്കാം. സൂര്യകുമാർ യാദവ് ചിലപ്പോൾ ആ തീരുമാനമെടുക്കാം. ടോസ് ടൈമിൽ പിച്ചിന് നടുവിൽ ഒരുപക്ഷെ രവിശാസ്ത്രിയോടായിരിക്കാം സൂര്യകുമാർ യാദവ് സംസാരിക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ ഇസ് കമ്മിങ് ബാക്ക് എന്നത്. അതായത് പ്രസ് മീറ്റിൽ അന്ന് അവഹേളിച്ച് പുച്ഛിച്ച് ഞാൻ ആർക്ക് പകരം സഞ്ജു സാംസൺ കളിക്കണം, അഭിഷേക് ശർമ്മയോ തിലക് വർമ്മയോ എന്ന് മാധ്യമപ്രവർത്തകരോട് പുച്ഛിച്ച് തിരിച്ച് ചോദിച്ച അതേ സൂര്യകുമാർ യാദവ് അതേ നാവ് കൊണ്ട് സഞ്ജു സാംസൺ തിരികെ ടീമിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പറയാൻ പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും. ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ടോപ്പ് ഓർഡർ ഫയർ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് കാര്യം. മാത്രമല്ല 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ 2 പേരെയും അലട്ടുന്നുണ്ട്. ഒന്ന്, അഭിഷേക് ശർമ്മ ആവട്ടെ വയറിൻ്റെ പ്രശ്നവും പനിയും ഒക്കെയായി ബന്ധപ്പെട്ട് അതിൽ നിന്നൊക്കെ റിക്കവറായി വരുന്നതേ ഉള്ളൂ. അതായത് ആദ്യത്തെ മത്സരം USA-ക്കെതിരെ കളിച്ചു, അന്ന് ഡക്കായി. അതിനുശേഷം നമീബിയക്കെതിരായ മത്സരത്തിൽ കളിക്കാൻ സാധിക്കാത്തത് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പക്ഷേ അതിനുശേഷം റിക്കവറായി വന്ന അഭിഷേക് ശർമ്മയും പൂർണ്ണ ആരോഗ്യവാനായി ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല. അതിനുശേഷമുള്ള 2 മത്സരങ്ങളിലും, അതായത് പാകിസ്ഥാനെതിരെയും നെതർലൻഡ്സിനെതിരെയും ഒരു റൺ പോലും എടുക്കാതിരുന്ന അഭിഷേക് ശർമ്മ കഴിഞ്ഞ ദിവസം സൂപ്പർ 8-ൽ തട്ടിയും മുട്ടിയും ഒരു 15 റൺ എടുത്തു.
കഗീസോ റബാഡയ്ക്കെതിരെ ഒരു ഊപ്പർ കട്ട് 6 അടിച്ചിട്ട് പോലും ഒരു കോൺഫിഡൻസ് ലെവൽ മീറ്ററും കൂടാതിരുന്ന അഭിഷേക് ശർമ്മയെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നത്. അഭിഷേക് ശർമ്മ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇനി തിലക് വർമ്മയിലേക്ക് വരാം. ന്യൂസിലൻഡ് സീരീസിൽ തിലക് വർമ്മയെ കളിപ്പിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ന് പരിക്ക് മൂലം തിലക് വർമ്മ കഷ്ടപ്പെടുന്ന സമയമായിരുന്നു. വളരെയധികം വേദനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തിലക് വർമ്മയെ അങ്ങ് റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ന്യൂസിലൻഡ് സീരീസിൽ തിലക് വർമ്മയെ പരീക്ഷിക്കാതിരിക്കുകയും വേൾഡ് കപ്പിലേക്ക് ഞങ്ങൾ റിസർവ് ചെയ്ത് വെക്കുകയാണ് തിലക് വർമ്മയും എന്നതുകൊണ്ടാണ്. പക്ഷേ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോഴേക്കും ഒരു റൺ കൺവേർഷനും തിലക് വർമ്മയ്ക്ക് സാധിക്കുന്നില്ല. സ്ട്രൈക്ക് റേറ്റ് 100 അല്ലെങ്കിൽ 100 താഴെ, ബൗണ്ടറി കൺവേർഷൻ റേറ്റ് ഇല്ല, എടുക്കുന്നതെല്ലാം സിംഗിളും ഡബിളും, ബൗണ്ടറീസ് തീരെ കുറവ്, ഒരു ഇന്നർ 3 പ്ലെയറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ തിലക് വർമ്മയിൽ നിന്നും കിട്ടുന്നതുമില്ല. അങ്ങനെ അവസരം കൊടുത്ത് അവസാനം സൂപ്പർ 8 വരെ അവസരം കൊടുത്തു. സൂപ്പർ 8 എത്തി നിൽക്കുന്ന സമയത്ത് തിലക് വർമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്നറിയാവോ? ഈ റൺ കൺവേർഷൻ ആയിരുന്നു. അതായത് പന്തുകൾ കൂടുതൽ എടുക്കുന്നു എന്നുള്ള വിമർശനം സോഷ്യൽ മീഡിയയിലും ടീം മാനേജ്മെൻറ്റിലും ഉൾപ്പെടെ തിലക് വർമ്മയ്ക്ക് നേരെ ഉയർന്നിരുന്നു. അപ്പോൾ അതിന് പകരമായി തിലക് വർമ്മ ചെയ്യാൻ ശ്രമിച്ചത് 2ാം പന്തിൽ തന്നെ ഇറങ്ങി അടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇറങ്ങി അടിക്കാൻ ശ്രമിച്ച് കീപ്പർ ക്യാച്ച് ക്വിൻ്റൻ ഡി കോക്കിൻ്റെ കൈകളിലേക്ക് ഭദ്രമായി തിലക് വർമ്മയെ അടിച്ചിട്ടതിന് ശേഷം ഒരു റിവ്യൂവും കൂടി എടുത്തു. എൻ്റെ ബാറ്റിൽ തൊട്ടിട്ടില്ല എന്നൊരു കള്ളവും കൂടെ തിലക് വർമ്മ അങ്ങ് കാച്ചി ഉള്ള ആ റിവ്യൂവും കൂടെ അങ്ങ് കളഞ്ഞു കുളിച്ചതിന് ശേഷമാണ് തിലക് വർമ്മ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ മടങ്ങിയത്. അതൊന്നും ഇന്ത്യൻ ടീമിന് അത്ര അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. കാരണം സൂര്യകുമാർ യാദവ് ഈ മത്സരത്തിൻ്റെ തലേ ദിവസമാണ് പറഞ്ഞത് തിലക് വർമ്മ ഗംഭീരമായി തിരിച്ചു വരുമെന്നത്. അഭിഷേക് ശർമ്മയ്ക്ക് എതിരെ എറിയാൻ പോകുന്ന ഓപ്പോസിഷനെയാണ് എനിക്ക് പേടിയെന്നതും സൂര്യകുമാർ യാദവ് പറഞ്ഞത് ചിരിച്ചുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഈ 2 പ്ലേയേഴ്സിൽ ഒരാൾ അടുത്ത മത്സരത്തിൽ സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ ചെന്നൈയിൽ കളിക്കില്ല എന്നതും വ്യക്തമാണ്. ഇനി സഞ്ജു സാംസൺ ആണ് വരുന്നതെങ്കിൽ ചെന്നൈ സ്റ്റേഡിയം, MA ചിദംബരം സ്റ്റേഡിയം സഞ്ജു സാംസന്റെ ഹോം ഗ്രൗണ്ടായിട്ട് മാറാൻ പോകുന്ന സ്റ്റേഡിയമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് സഞ്ജു ഇത്തവണ IPL കളിക്കാൻ പോകുന്നത്. 14 മത്സരങ്ങളിലും സഞ്ജു ഉണ്ടാവും. ഹോം ഗ്രൗണ്ട് ചിദംബരം സ്റ്റേഡിയം ആയിരിക്കാം. തമിഴ്നാട്ടിൽ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്ന സമയം അല്ലെങ്കിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ തന്നെ ആയിരിക്കും മത്സരങ്ങൾ പൂർണ്ണമായും നടക്കാൻ പോകുന്നത് എന്നതും വ്യക്തമാണ്. അല്ലാത്ത പക്ഷം ഈ ഗ്രൗണ്ടിൽ തന്നെ സഞ്ജു ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. സഞ്ജുവിന് ഈ ഗ്രൗണ്ട് കൃത്യമായിട്ട് അറിയാം, ബാക്കിയുള്ള താരങ്ങളെ പോലെ തന്നെ. അതുകൊണ്ട് സഞ്ജുവിന് കൃത്യമായിട്ട് തന്നെ അവസരം മുതലാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു. ഇനി അഥവാ സഞ്ജു അവസരം മുതലാക്കിയാൽ ഒരു കാര്യം ഉറപ്പിക്കാം പ്രേക്ഷകരെ, സഞ്ജുവിനെ ടീമിൽ നിന്നും മാറ്റില്ല. കാരണം ഇതേ 11-ുമായിട്ട് പോകാൻ തന്നെയായിരിക്കും സാധ്യത. അങ്ങനെയാണെങ്കിൽ സിംബാബ്വേക്കെതിരെ സഞ്ജു പെട്ടപ്പിച്ചടിച്ചാൽ സഞ്ജുവിന് ടീമിൽ നിലനിൽക്കാം. പക്ഷേ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ തർക്കങ്ങൾ വളരെയധികം രൂക്ഷമായി മാറുകയാണ്. നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം ഒരു തോൽവി കൊണ്ട് ഇത്രയധികം തർക്കങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ എന്നത്. കാരണം 2022 സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ അവസാനമായിട്ട് T20 ലോകകപ്പിൽ പരാജയപ്പെടുന്നത്. 2024 ഒരു മത്സരം പോലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. 26 സൂപ്പർ 8 എത്തി നിൽക്കുന്നു. ഈ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഇന്ത്യൻ ടീമിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്. കാരണം തോൽവിയല്ല പ്രശ്നം, തോൽവിയുടെ കാരണങ്ങളാണ് പ്രശ്നം. തോൽവിയുടെ കാരണങ്ങൾ പരസ്പരം പഴിചാരാൻ വേണ്ടി നിൽക്കുകയാണ് കോച്ചും ക്യാപ്റ്റനും അസിസ്റ്റൻറ്റ് കോച്ചും ടീം മാനേജ്മെൻറ്റിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പഴിച്ചായിരുന്നു. പ്ലെയേഴ്സ് തമ്മിൽ പഴിച്ചായിരുന്നു. അങ്ങനെ കുറച്ചധികം നെഗറ്റീവ് വൈബിൽ നിൽക്കുകയാണ് ഡ്രസ്സിംഗ് റൂം. റൺ റേറ്റിൽ മാത്രമല്ല നെഗറ്റീവ്, ഡ്രസ്സിംഗ് റൂമിലും നെഗറ്റീവാണ്. അങ്ങനെ ഇന്ത്യ ഇതേ നെഗറ്റിവിറ്റിയോടുകൂടിയാണ് സിംബാബ്വേക്കെതിരെ ഇറങ്ങാൻ പോകുന്നത്. ഒരു പോസിറ്റീവ് മൊമെൻറ്റം ആ മത്സരത്തിലൂടെ കിട്ടുകയും വേണം. എന്നാൽ ടീമിൽ അഴിച്ചുപണികൾ വേണമെന്നാലും ആകെ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും മാറ്റിയില്ലെങ്കിൽ പോലും എന്ത് വന്നാലും അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നുണ്ടെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റി അക്സർ പട്ടേലിനെ ഇറക്കും. ഇനി ഒരു മത്സരത്തിൽ പോലും അക്സർ പട്ടേലിനെ ബെഞ്ചിലിരുത്താൻ ഇന്ത്യൻ ടീം തയ്യാറാവില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ അൺചേഞ്ച്ഡ് ആയിട്ട് ഇന്ത്യ ഇറങ്ങില്ല. ഒരു ചേഞ്ചെങ്കിലും ഉണ്ടായിരിക്കും, അത് അക്സർ പട്ടേൽ ഇന്നാവും. രണ്ടാമത്തെ ചേഞ്ച് സഞ്ജു സാംസൺ വരുന്നതുമായിരിക്കും. അങ്ങനെ രൂക്ഷമായ തർക്കങ്ങൾക്കൊടുവിൽ സഞ്ജു സാംസൺ ഒരു ഗ്രീൻ കാർഡ് കിട്ടിയാൽ, സഞ്ജു അത് മുതലാക്കിയാൽ തുടർന്നുള്ള അങ്ങോട്ട് മത്സരത്തിൽ സഞ്ജുവും കളിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.